നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് തേര് നിർത്തി. എന്നിട്ട് കൃഷ്ണൻ കർണനോട് സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് ഇതാ മഹാഭാരതത്തിൽ കാണാം. ആനുപൂർവേണ വാക്യാനി തീക്ഷ്ണാനി ച മൃദൂനി ച പ്രിയാണി ധർമ്മയുക്താനി സത്യാനി ച ഹിതാനി ച ഹൃദയഗ്രഹണീയാനി രാധേയം മധുസൂദനഃ യാന്യബ്രവീദമേ ആത്മാ താനി മേ ശൃണു ഭാരത. അതെല്ലാം എന്നിൽ നിന്ന് കേട്ടുകൊള്ളൂ എന്ന് പറയാണ്. ഞാൻ അതെല്ലാം പറഞ്ഞു കേൾപ്പിക്കാം. ആരാ ഇത് പറഞ്ഞു കേൾപ്പിക്കുന്നത്? സഞ്ജയനാ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ആരെയാ പറഞ്ഞു കേൾപ്പിക്കുന്നത്? ധൃതരാഷ്ട്രനെയാ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ പർവങ്ങളില്, ഈ ഉദ്യോഗ പർവത്തിന് മുതല് അങ്ങോട്ടുള്ള പർവങ്ങളില്, ആ യുദ്ധം തീരുന്നത് വരെയുള്ള ഭാഗങ്ങളില് നാം ഈ കഥയുടെ ആഖ്യാനം കാണുക. വ്യാസഭഗവാൻ കൊടുത്ത ദിവ്യതാ ദൃഷ്ടിയുടെ ബലത്തില് സഞ്ജയൻ ഇതെല്ലാം കണ്ടിട്ട് വേറെ ആരും അറിയുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. സഞ്ജയൻ അത് ധൃതരാഷ്ട്രനോട് പറയുന്ന പ്രകാരത്തിലാണ്. സഞ്ജയൻ പറയുന്നു, അല്ലയോ ഭാരതവംശത്തിൽ പിറന്നവനെ, ഞാനിതാ അതെല്ലാം പറഞ്ഞു കേൾപ്പിക്കാം. അങ്ങ് കൃത്യമായി കേട്ടുകൊള്ളുക. ആരോട് പറഞ്ഞതാണ്? മധുസൂദനൻ, ശ്രീകൃഷ്ണൻ, മധുവിനെ സംഹരിച്ചവൻ ശ്രീകൃഷ്ണൻ അമേയാത്മാവാണ്. അങ്ങനെയുള്ള പരബ്രഹ്മ സ്വരൂപനാണ് അദ്ദേഹം. അങ്ങനെയുള്ള മധുസൂദനൻ രാധേയനോട്, രാധയുടെ മകനോട്, കർണനോട് യാനി അബ്രവീത് എന്തൊക്കെയാണോ പറഞ്ഞത് താനി അവയെല്ലാം ഞാൻ കൃത്യമായി പറഞ്ഞു കേൾപ്പിച്ചു തരാൻ കേട്ടുള്ളൂ. കൃഷ്ണൻ എങ്ങനെയാ സംസാരിച്ചത് കർണനോട്? വളരെ സമർത്ഥമായിട്ടാണ് കൃഷ്ണന്റെ സംഭാഷണം. ആനുപൂർവേണ വാക്യാനി തീക്ഷ്ണാനി ച മൃദൂനി ച. പറയേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചുരുങ്ങിയ വാക്കുകളില് നല്ല ക്രമത്തില് അനുക്രമമായിട്ടാണ് കൃഷ്ണൻ പറയണേ. താൻ ഈ ശ്രോതാവായിരിക്കുന്ന കർണന്റെ ഹൃദയത്തിൽ ശക്തമായിട്ട് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിലേക്ക് കർണൻ ആദ്യമേ തന്നെ വരാൻ കൂട്ടാക്കണം. അതിനു പാകത്തിന് കർണന്റെ മനസ്സ് ഇപ്പോൾ കുടികൊള്ളുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാകത്തിന് ക്രമപ്രവൃദ്ധമായി വളരെ കൃത്യമായി കൃഷ്ണൻ സംസാരിക്കുകയാണ്. സമർത്ഥനായ ദൂതന്റെ എല്ലാ മികവുകളും അവിടെ കാണാം. അങ്ങനെ അദ്ദേഹം കൃത്യമായി ഓരോരോ ആശയങ്ങൾ പറയുന്നു. അത് തീക്ഷ്ണമായിട്ടാ പറയണേ. എന്തേ അതിന്റെ തീക്ഷ്ണത? വാക്കുകൾ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തറഞ്ഞു കയറും. വെളിയിലെങ്ങും നിൽക്കില്ല, കാതിൽ തട്ടി ദൂരേക്ക് തെറിച്ചു പോവില്ല. അത് കേൾക്കണ്ടെന്ന് വെച്ചാൽ പോലും കേൾക്കാതിരിക്കാൻ പറ്റൂല. കാരണം അത് ഉള്ളിന്റെ ഉള്ളിലെത്തും. അത്ര കണ്ട് മൂർച്ചയേറിയതാണ് ആ വാക്കുകൾ. മൂർച്ചയേറിയതായതുകൊണ്ട് അത് ദുഃഖത്തെയും ഭയത്തെയും വേദനയും ഉണ്ടാക്കില്ല. മൃദൂനിച്ച, വളരെ മൃദുവാണ്. ഒരിക്കലും വേദന ഉണ്ടാക്കില്ല, ഒരിക്കലും ദുഃഖത്തെ ഉണ്ടാക്കില്ല, ഒരിക്കലും അനിഷ്ടത്തെ ഉണ്ടാക്കുകയില്ല. അങ്ങനെ മൃദുവായ വാക്കുകൾ, പക്ഷേ അങ്ങേറ്റം കൂർത്തുമൂർത്തതായ വാക്കുകൾ, ഉള്ളിൽ അങ്ങറ്റം ചെല്ലും. പിന്നെയോ പ്രിയാണി ധർമ്മയുക്താനി, അങ്ങേറ്റം പ്രിയങ്കരമായ വാക്കുകൾ, ആർക്കും ഏറ്റവും ഹൃദയഹാരിയായിട്ട് തോന്നും അങ്ങനെയുള്ള വാക്കുകൾ.
അത് എങ്ങനെയുള്ളത്? ധർമ്മയുക്താനി, അധാർമികമായിട്ടുള്ളതൊന്നുമല്ല, തെറ്റായിട്ടുള്ളതൊന്നുമല്ല, രാജസ താമസ പ്രകൃതങ്ങൾക്ക് ചേർന്നതൊന്നുമല്ല, ആസുരീ സമ്പത്തിന് ചേർന്നതുമല്ല. പിന്നെയോ തികഞ്ഞ ദൈവീ സമ്പത്തിന്റെ ഉദാത്ത മണ്ഡലത്തിൽ നിന്ന് വരുന്ന ധാർമ്മികമായ വാക്യങ്ങൾ, ആശയങ്ങൾ. അതാണ് കൃഷ്ണൻ പറയണത്. അത് വെറുതെ കർണന്റെ മനസ്സിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ചതാണോ? അല്ല, സത്യാനി, സത്യമായിട്ടുള്ള കാര്യങ്ങളാ പറയണേ. അതില് യാതൊരു കാപട്യവുമില്ല, യാതൊരു വക്രതയുമില്ല, നടക്കാത്ത കാര്യവുമല്ല, കെട്ടിച്ചമച്ചതല്ല. പിന്നെയോ അതെങ്ങനെയുള്ളതാണ്? ഹിതാനിച്ച, ആർക്കും ഭാവിയില് ശ്രേയസ്സുണ്ടാക്കുന്ന കാര്യം. ഭഗവാൻ അതേ പറയൂ. ഭഗവാൻ എന്ത് പറഞ്ഞാലും അങ്ങേയറ്റം ശ്രേയസ് ഉളവാക്കുന്നതായിരിക്കും. ഒരുപക്ഷെ തുടക്കത്തില് അത് പ്രവർത്തിപ്പിക്കാൻ പല പല കാരണങ്ങളാല് ബുദ്ധിമുട്ടുണ്ട് എന്ന് ചിലർക്കൊക്കെ തോന്നിയെന്ന് വരാം. വിശേഷിച്ചും രാജസ താമസ പ്രകൃതങ്ങൾ മുന്തി നിൽപ്പുണ്ടെങ്കിൽ അവർക്ക് തോന്നാം ഇത് എങ്ങനെയാ നടപ്പിലാവുക, ഇതെങ്ങനെയാ അനുസരിക്കുക എന്നൊക്കെ തോന്നിയെന്ന് വരാം. താമസപ്രകൃതം ഉണ്ടെങ്കിൽ പിന്നെ ഇത് പറ്റില്ല എന്ന് തന്നെ ആദ്യമേ പറയും. എന്നാൽ സാത്വിക ബുദ്ധികൾക്ക് മനസ്സിലാകും ഇത് പ്രവർത്തിപ്പിക്കേണ്ടതാണ്, ശ്രമിച്ചാൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും, അത് പ്രവർത്തിപ്പിക്കുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം എന്ന് സാത്വിക പ്രകൃതികൾക്ക് മനസ്സിലാകും. അങ്ങനെ ഹിതകരമാണിത് എന്ന് തിരിച്ചറിഞ്ഞ് അവർ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ ഹിതകരമായിട്ടുള്ളത് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ശ്രേയസ് ഉണ്ടാക്കുന്നത്. ഹൃദയഗ്രഹണീയാനി, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ കഴിയുന്നത്, അങ്ങനെയുള്ളതായ ആശയങ്ങൾ, വാക്കുകൾ, അങ്ങനെയുള്ള സമ്പ്രദായത്തില് ശ്രീകൃഷ്ണൻ രാധേയനോട് പറഞ്ഞു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രനെ കേൾപ്പിക്കുകയാണ്. എന്താ ശ്രീകൃഷ്ണൻ പറഞ്ഞത്? വാസുദേവ ഉവാച, വാസുദേവൻ പറഞ്ഞു, ഉപാസിതാസ്തേ രാധേയ ബ്രാഹ്മണ വേദ പാരക. അല്ലയോ രാധേയ, നീ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആചാര്യന്മാരെ ഭക്തിയോടുകൂടിയിട്ട് ഭംഗിയായിട്ട് ഉപാസിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് പഠിക്കാൻ ചെന്ന് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് പഠിച്ച് ഒരു ഗുരുവിനെ സമീപിച്ച് പഠിക്കുമ്പോൾ അതെങ്ങനെയൊക്കെ വേണം എന്നുള്ളത് തൈത്തീരിയ ഉപനിഷത്തിൽ നമുക്ക് കേൾക്കാം. ഭാരതീയ ഗുരുകുലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ആ രീതികളൊക്കെ നിലനിൽക്കുന്ന കളരികൾ, ആയുധക്കളരികൾ കേരളത്തിലുണ്ട്. അതിനകത്ത് ഇതെല്ലാം അങ്ങനെ നിലനിൽക്കും. അത്ര ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളോടുകൂടി മാത്രമേ അത് പഠിക്കൂ. അതേപോലെ കഥകളിക്കളരികളുണ്ട്. ഗുരുവിനെ ഉപാസിക്കേണ്ട ക്രമം അവിടെ പഠിക്കാം, അങ്ങനെ അവിടെ പഠിക്കൂ. അതേപോലെ തന്നെ നൃത്തത്തിന്റെ കളരികളുണ്ട്, സംഗീത കളരികളുണ്ട്. അതൊക്കെ ഇന്നും നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കുന്നുണ്ട്. അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും അധ്യാപകരെ തല്ലുകയും ചെയ്യുന്ന ഒരു സംസ്കൃതി നമ്മുടെ നാട്ടില് വളർന്നു വരുന്നു. പക്ഷേ ഇപ്പോഴും ഭാരതീയ സംസ്കൃതി, ഗുരുവിനെ പൂജിക്കുന്ന സംസ്കൃതി നമ്മളോട് ഭഗവാന്റെ കാരുണ്യത്താൽ ഇവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് അങ്ങനെ നീ ഗുരുവിനെ ഉപാസിച്ചയാളാണ് അല്ലയോ കർണ എന്ന് പറയാണ്. രാധേയ എന്നാണ് ആദ്യ സംബോധന ചെയ്ത്. നീ ഉപാസന ചെയ്തു ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകളെ. അവരെങ്ങനെയുള്ളവരാണ്? വേദപാരക, വേദങ്ങളുടെ മറുകര കണ്ട ആളുകളാണ്. വേദം ജ്ഞാനം, ഋക്യജുസ സാമം അഥർവം എന്നുള്ളതാണ് പരമജ്ഞാനം. അത് ഭംഗിയായി പഠിച്ച് അതിന്റെ തത്വത്തെ ഹൃദയത്തിൽ ഉറപ്പ് ജീവിതത്തില് പ്രയോഗപഥത്തിൽ കൊണ്ടുവന്ന ആളുകൾ. അങ്ങനെയുള്ളവർക്ക് പൂർണ്ണജ്ഞാനം പകർന്നു തരാൻ പറ്റൂ. അങ്ങനെയുള്ള ആളുകളെ നീ യഥായോഗ്യം ഉപാസിച്ചു. തത്വാർത്ഥം പരിപൃഷ്ടാശ്ച നിയതേനാനസൂയയാ, നീ അതിന്റെ ആ വേദമന്ത്രങ്ങളിൽ ഓരോന്നിന്റെയും അങ്ങേയറ്റം രഹസ്യമായിരിക്കുന്ന ഹൃദയതത്വത്തെ, അതിന്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയതത്വത്തെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന വിചാരത്തോടു കൂടിയിട്ടല്ല, അത് പഠിക്കണം എന്നുള്ള
ആഗ്രഹത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് അവരോട് ചോദിച്ചറിഞ്ഞു. പരിപൃഷ്ടാശ്ച, നീ അവരോട് ഭക്തിയോടുകൂടി ചോദിച്ച് അതിന്റെ അകക്കാൻ പറഞ്ഞവനാണ് നീ. എങ്ങനെ? അസൂയയില്ലാതെ കണ്ട്, യാതൊരു മാത്സര്യവും ഇല്ലാതെ കണ്ട് നീ പഠിച്ചവനാണ്. അങ്ങനെയുള്ള നിന്നോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിനക്കതെല്ലാം അറിയാം, വേദശാസ്ത്രങ്ങളെല്ലാം അറിയാം. അത് ഞാൻ പ്രത്യേകിച്ച് നീ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പൊ ഇതാ താൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് കർണനെ വളരെ സമർത്ഥമായിട്ട് കൃഷ്ണൻ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആ ക്രമം അനുസരിച്ചിട്ട് ത്വമേവ കർണ ജാനാസി വേദവാദാൻ സനാതനാൻ. അല്ലയോ കർണ, വേദങ്ങളുടെ വാദത്തെ, വേദങ്ങളുടെ അഭിപ്രായങ്ങളെ അല്ലയോ കർണ നീ വളരെ ഭംഗിയായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വേദങ്ങളുടെ അഭിപ്രായങ്ങൾ, വേദങ്ങളുടെ സന്ദേശങ്ങൾ സനാതനമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. ആ വേദങ്ങളുടെ ആ സന്ദേശത്തെ ആസ്പദമാക്കി ഉള്ള ജീവിതക്രമത്തിന് സനാതന ധർമ്മം എന്ന് പേര്. അത് എന്നും നിലനിൽക്കുന്നതാണ്. ഏതെങ്കിലും ഒരു കാലത്തിലുണ്ടായി, ഏതെങ്കിലും കുറെ കാലഘട്ടങ്ങളിൽ കുറെ കോലാഹലങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കടന്നു പോകുന്നതല്ല. അത് ഈ ലോകത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്.